വെള്ളിയാഴ്ച യുക്രൈനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സ്റ്റഡി ഓഫ് വാർ പുറത്തുവിട്ട ഡേറ്റയാണ് ചർച്ചയാകുന്നത്. റഷ്യയുടെ സൈന്യം യുക്രൈനിലെ പ്രധാന നഗരങ്ങളിലൊന്നായ പോക്രോവിസ്ക് പിടിച്ചെടുക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. കിഴക്കൻ യുക്രൈൻ നഗരമായ പോക്രോവിസ്കിയുടെ മുക്കാൽ ഭാഗവും റഷ്യ വളഞ്ഞു കഴിഞ്ഞു. റഷ്യൻ സൈന്യം ചുറ്റുമുള്ള വിശാലമായ പ്രദേശത്തേക്കാൾ നഗരം പിടിച്ചെടുക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിലയിരുത്തൽ. ഏകദേശം 300 മുതൽ 500 വരെ റഷ്യൻ സൈനികർ പോക്രോവിസ്കിൽ പ്രവേശിച്ചിട്ടുണ്ടെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കിഴക്കൻ നഗരത്തിൽ യുക്രൈൻ്റെ സൈന്യത്തെക്കാൾ റഷ്യയുടെ സൈനികരാണുള്ളതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു. സപോരിഷ്യയ്ക്ക് സമീപമുള്ള പ്രദേശത്തെ സ്ഥിതി ഗണ്യമായി വഷളായിരിക്കുന്നു എന്ന് യുക്രൈൻ്റെ സൈനിക മേധാവി ഒലെക്സാണ്ടർ സിർസ്കി പറഞ്ഞു. പോക്രോവിസ്കിന് ചുറ്റും റഷ്യൻ സൈന്യം സജീവമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മേഖലയിൽ ഇപ്പോൾ കൊടും ശൈത്യമാണ്. കാലാവസ്ഥയും റഷ്യയുടെ അധിനിവേശത്തിന് അനുകൂല ഘടകമായി. മൂടൽമഞ്ഞിൻ്റെ മറവിൽ ഡസൻ കണക്കിന് റഷ്യൻ സൈനികർ മോട്ടോർ ബൈക്കുകളിൽ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ വീഡിയോ കഴിഞ്ഞയാഴ്ച പുറത്തു വന്നിരുന്നു. മാത്രമല്ല, കനത്ത മഞ്ഞിൽ യുക്രൈൻ സൈന്യത്തിൻ്റെ കരുത്തായ ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കാനും പ്രയാസമാണ്. നഗരപ്രദേശങ്ങളിൽ വെടിവയ്പും എല്ലാത്തരം ആയുധങ്ങളും ഉപയോഗിച്ചുള്ള ഷെല്ലാക്രമണവും നടക്കുന്നു. അതിനാൽ മേഖലയിലെ സ്ഥിതി മോശമാണെന്നും ഡ്രോൺ ബറ്റാലിയൻ്റെ കമാൻഡർ CNN-നോട് പറഞ്ഞു. റഷ്യയുടെ സൈന്യത്തിൻ്റെ നീക്കങ്ങളുടെ തീവ്രത വളരെ വലുതാണ്. യുക്രൈൻ്റെ ഡ്രോൺ ഓപ്പറേറ്റർമാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെന്നും ഡ്രോൺ യൂണിറ്റിലെ മറ്റൊരു സൈനികൻ CNN-നോട് പറഞ്ഞു. ദിനംപ്രതി റഷ്യൻ സൈനികർ മേഖലയിൽ കടന്നുകയറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. റെയിൽ, റോഡ്, ഹൈവേ കണക്ടിവിറ്റി മൂലം പോക്രോവിസ്ക് യുക്രൈൻകാരുടെ പ്രധാന നഗരമാണ്. 7 പ്രധാന റോഡുകൾ ഈ നഗരത്തിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് CNN റിപ്പോർട്ട് ചെയ്തു. നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി ഡാനിപ്രോയും സപോരിഷ്യയും സ്ഥിതി ചെയ്യുന്നു. പോക്രോവിസ്കിയിലൂടെ കടന്നുപോകുന്ന പ്രധാന റോഡുകളിലെ കനത്ത ഡ്രോൺ പീരങ്കി ആക്രമണങ്ങൾ വാഹന ഗതാഗതങ്ങൾക്കായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ രാജ്യത്തെ നിർബന്ധിതരാക്കിയിരിക്കുന്നു. റഷ്യൻ സൈന്യം പിടിച്ചെടുത്ത ഏറ്റവും വലിയ നഗരമായിരിക്കും പോക്രോവിസ്ക്. യുദ്ധത്തിനു മുമ്പ് ഏകദേശം 60,000 പൗരന്മാർ ഇവിടെ താമസിച്ചിരുന്നു. ഇപ്പോൾ പോക്രോവിസ്കിൽ ഏകദേശം 1000 പേർ മാത്രമേ മുഴുവൻ സമയവും താമസിക്കുന്നുള്ളൂ എന്നാണ് യുക്രൈൻ അധികൃതർ പറയുന്നത്. തന്ത്രപരമായും രാഷ്ട്രീയമായും പോക്രോവിസ്ക് യുക്രൈന് വളരെ പ്രധാനമാണ്. കനത്ത പ്രതിസന്ധിയിലൂടെയാണ് യുക്രൈൻ കടന്നുപോകുന്നത്. വർഷങ്ങൾ നീണ്ട യുദ്ധം യുക്രൈൻ്റെ സാമ്പത്തിക സൈനിക ശക്തിയെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു. അതിനിടെ റഷ്യ ആക്രമണം ശക്തമാക്കിയത് പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡ്രോൺ മഴയാണ് റഷ്യ യുക്രൈനിൽ പെയ്യിക്കുന്നത്. കനത്ത നാശമാണ് റഷ്യൻ ഡ്രോണുകൾ യുക്രൈനിൽ വിതയ്ക്കുന്നത്. അതിനിടെ മറ്റൊരു വലിയ പ്രതിസന്ധിയുടെ പിടിയിലാണ് സെലൻസ്കി സർക്കാർ. ഭരണകാലത്തെ ഏറ്റവും വലിയ അഴിമതി ആരോപണമാണ് സെലൻസ്കിയെ പിടിച്ചുകുലുക്കുന്നത്. യുക്രൈനിലെ അധികാര കേന്ദ്രങ്ങൾ അമ്പരപ്പിലാണ്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കാം എന്ന അവസ്ഥയിലാണ് സെലൻസ്കി സർക്കാർ കടന്നുപോകുന്നത്. ഇതൊരു വലിയ തിരിച്ചടിയാണ്. സർക്കാർ അനുകൂലിയായൊരു പാർലമെൻറ് അംഗം പേര് വെളിപ്പെടുത്താതെ പ്രമുഖ മാധ്യമമായ കീവ് ഇൻഡിപെൻഡൻറ്റിനോട് പറഞ്ഞു. സെലൻസ്കിയോട് പറയാനുള്ളത് ശക്തമായ നടപടി സ്വീകരിക്കുക എന്നതാണ്. അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളിലെ ആളുകളെ ഒഴിവാക്കുകയും ചെയ്യണം, പാർലമെൻറ് അംഗം വ്യക്തമാക്കി. യുക്രൈനിലെ നാഷണൽ ആൻറ്റി കറപ്ഷൻ ബ്യൂറോ നടത്തിയ അന്വേഷണത്തിലാണ് അഴിമതി കണ്ടെത്തിയത്. സെലൻസ്കിയുമായി അടുപ്പമുള്ള തിമൂർ മിൻഡിച്ചിന് നേർക്കാണ് അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്നത്. യുക്രൈനിലെ ഊർജ്ജ ഉൽപ്പാദനത്തിനും സംഭരണത്തിനും തിമൂർ മിൻഡിച്ചിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം കൈക്കൂലി വാങ്ങിയതായി ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ആരോപിക്കുന്നു. മാത്രമല്ല, ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള പണം വെട്ടിക്കുറച്ചതായും ആരോപണം ഉയരുന്നു. സെലൻസ്കി സർക്കാരിലെ നിരവധി വ്യക്തികളും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആരോപണത്തെ തുടർന്ന് 2 മന്ത്രിമാർ രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട്.